കണ്ണൂരും കൊട്ടിയൂരും എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേര് പറയണോ? അപ്പോൾ എനിക്ക് തോന്നുന്നു കൊല്ലത്താണെന്ന് തോന്നുന്നു. നമ്മുടെ കണ്ണൂരും ഉണ്ട് കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലം. പിന്നെ വരാൻ പറ്റുമെങ്കിൽ വരണം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. എനിക്കത് കണ്ടിട്ടാണ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് അലൗഡ് അല്ല എന്ന് പറയുന്നത്. കാരണം അവിടെ പെണ്ണുങ്ങളൊക്കെ വന്ന് കുളിക്കാറുണ്ട്. അപ്പം ചെക്കന്മാരിൽ ഓടി വരും, നോട്ട് അലൗഡ് മോനെ, CCTV ഒക്കെ ഉണ്ടാകും കേട്ടോ. പിടിച്ച് തൂക്കി അങ്ങ് പോലീസ് ഉണ്ട്. നമ്മളെ കണ്ണൂരാണ്, അതുകൊണ്ട് അങ്ങനെ ദുരുദ്ദേശത്തോടു കൂടിയൊന്നും വരരുത്. ഇവിടെ ചെക്കന്മാരൊന്നും എടുക്കാറില്ല. പിന്നെ പെണ്ണുങ്ങൾ കുളിക്കുന്നത് കൊണ്ടാവണം അത് മാറ്റിയത്. എടുക്കുന്നവരുണ്ടാവും അറിയില്ല, എടുക്കാൻ വിടില്ല. കണ്ടു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആയിത്തീരും. അപ്പോൾ കണ്ണൂരാണെന്ന് ഓർക്കണം. ഫോട്ടോസ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സഖാവ് കൊണ്ടുപോയി അങ്ങ് ജയിലിലിട്ട് അവിടെ കിടക്കുകയെ. അപ്പോൾ ഇവിടുത്തെ റൂൾസ് ഇങ്ങനെയാണ്, വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാൻ പാടില്ല. അത് നമ്മുടെ റൂൾസ് അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരൊക്കെ പോകാമെന്ന് തോന്നുന്നുണ്ട്. ജാതിമത ഭേദമന്യേ, എനിക്കറിയില്ല. മുസ്ലിംസ് കയറില്ല എന്ന് തോന്നുന്നുണ്ട് അതിനകത്തൊന്നും. പിന്നെ ഇവിടുത്തെ ലക്ഷ്മി ദേവിയുടെ ഭർത്താവായ, ഇങ്ങനെ വയ്ക്കാം, അതിങ്ങനെ ദക്ഷൻ നടത്തിയ യാഗത്തിൽ ഭാഗമാകാതിരിക്കാൻ ശിവൻ വിസമ്മതിച്ചപ്പോൾ യാഗത്തിൽ പങ്കെടുത്ത ശിവൻ ദക്ഷനെ ശിക്ഷിച്ചു. ഈ സംഭവം നടന്ന സ്ഥലമാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രമെന്നും ഇവിടെയാണ് ലക്ഷ്മി ദേവി സ്വയം ജ്വലിപ്പിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതാണ് അടുത്ത ഐതിഹ്യം. പിന്നെ സംഭവമൊക്കെ കൊള്ളാം കേട്ടോ. നടുക്കൊരു വലിയൊരു ഇതും പഴയ ആൾക്കാർ പോയ ഫോട്ടോസൊക്കെ എനിക്ക് കണ്ടിട്ടുണ്ട് ഞാൻ. എനിക്കിതിലിടാനൊന്നും വലിയ പിടുത്തമില്ല, അല്ലെങ്കിൽ ഞാൻ ഇട്ടൊക്കെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വലിയൊരു ഇമേജസ് കാണണമെങ്കിൽ നോക്കട്ടെ, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ബസ് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇവിടെ നിന്ന് രാവിലെ പോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഉള്ളവരെല്ലാം ഒന്നുകിൽ സ്വന്തം വണ്ടി പോവും, അല്ലെങ്കിൽ ടൂർ പാക്കേജ് വഴിയാണ് പോകുന്നത്. ഇത് കണ്ടോ, ഈ ഒരു ഇമേജസാണ് അവിടെ, ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെയാണ് അവിടെ കാണാനായിട്ട്. ഇപ്പം വരാൻ പറ്റുന്നവരൊക്കെ വരിക. ഇവിടെയാണ് കുളിച്ച് തൊഴുന്നത്. കണ്ടോ, ഈ വെള്ളത്തിൽ ഫുള്ള് കുളിക്കുന്നവരുമുണ്ട്, അരഭാഗം കുളിക്കുന്നവരുമുണ്ട്. കണ്ടോ, ഇതാണ് ഓലമേഞ്ഞ സംഭവം. അത് വലുതാക്കി എടുക്കാനും പറ്റുന്നില്ല. ഓലമേഞ്ഞ സംഭവം പറയുന്നില്ലേ, പണ്ട് കണ്ട സംഭവമില്ലേ. എന്നിട്ട് ശിവൻ്റെ പ്രതിഷ്ഠ എങ്ങാണ്ട് ഇതിൽ, എൻ്റെ ഒരു ഊഹമാണേ, ഇതിൽ താണ് പോകുന്നു. അങ്ങനെ എന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. നിങ്ങളതൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കില്ലെങ്കിൽ അന്വേഷിച്ച് നോക്കട്ടെ. ഇത്രയൊക്കെ എനിക്കറിയില്ല, അറിയുന്നതാളെ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ വർഷത്തിൽ മെയ് ജൂൺ മാസത്തിലേ ഉള്ളൂ ഇത്ര ദിവസം പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ആണുങ്ങളുടെ ഇതാണ്. അപ്പം നേർച്ചയിട്ടൊന്നും വെക്കണ്ട, ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരിക്കൽ പോകണം. ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. നേർച്ചയൊന്നും ആരും ഇട്ട് വയ്ക്കരുത്, കാരണം പോകാൻ പറ്റുന്ന അമ്പലമല്ല, പോവും, അത്ര തന്നെ. എന്നാൽ പിന്നെ നമ്മുടെ കണ്ണൂരിലെ കൊട്ടിയൂർ അമ്പലം, കൊട്ടിയൂർ വേറെ സ്ഥലത്തും ഉണ്ടെന്ന് ആ സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോടിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, പിന്നെ ചോറ് അവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇല്ല ഗൈസ്, ഇവിടെ കിട്ടാനാണ്. ഇനി ഈ ഓല മേഞ്ഞിരിക്കുന്ന സ്ഥലമൊക്കെ ചിലപ്പോൾ ഇനി മറ്റേതാണോന്നും അറിയില്ല, ഫുഡ് കിട്ടുന്ന സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല. അടിക്കരുത് കേട്ടോ, കൊല്ലരുത്, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തായാലും തൊഴുത് പുറത്തിറങ്ങുമ്പോൾ കഴിക്കായിരിക്കും. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാട്ടിലൂടെയൊക്കെ എന്തൊക്കെയോ കാണാനും പിടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ലവണ്ണം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് വായിച്ചിട്ടൊക്കെ പോവുക. വേണമെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് വേറെ വീഡിയോ ആയിട്ടിടാം. ഓക്കെ ഗൈസ്, എന്നാൽ പിന്നെ നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രം, കണ്ണൂരിലെ ഫേമസ് ആയ കൊട്ടിയൂർ ക്ഷേത്രം വരണം കേട്ടോ.